ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ കുന്നൂരാണ് കേട്ടോ. 3 ദിവസമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുന്നൂർ എത്തിയതേ ഉള്ളൂ. ഇന്നലെ നമ്മളങ്ങനെ കുന്നൂര് നമ്മുടെ ഊട്ടിയിൽ ടോയ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. ഒരു പ്രാവശ്യമൊക്കെ കയറാം, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോറടിക്കും. പക്ഷേ ഈ മൃഗങ്ങളൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കോടയൊക്കെ ആകുമ്പോൾ ഒരു അടിപൊളിയാണ് ശരിക്കും. അതെ, പിന്നെ ഞങ്ങൾ ഈ നിൽക്കുന്നുണ്ടോ, ഇത് കണ്ടോ, അവിടെ തന്നെയാണ്. ഇത് ഫുള്ള് ബോൺസായികളാണ്, ലക്ഷങ്ങളുടെ മുതലുണ്ട് അല്ലേ. അത്രയും വലിപ്പമായ തൈകളൊക്കെ നല്ല പൈസേൻ്റെ. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഇന്നലെ പാർക്ക് ചെയ്തു. 80 രൂപ നമ്മളൊന്ന് മേടിച്ചോളൂ. പാർക്ക് ചെയ്ത് വണ്ടിക്കകത്ത് തന്നെ കിടന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഇറങ്ങി ഫ്രഷപ്പും കഴിഞ്ഞു. ഇവിടെ ഇറങ്ങി ഫ്രഷപ്പ് ഉണ്ട്. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് വെങ്കടേശ്വര ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ട്. അവിടെ ചെന്നാൽ ആണുങ്ങൾക്ക് മാത്രം കുളിക്കാം, ലേഡീസിന് കുളിക്കാൻ പറ്റില്ല കേട്ടോ. ഓപ്പൺ എയറിൽ നിന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുക. അങ്ങനെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അതിന്റെ ലൈറ്റിലൊക്കെ കയറുന്ന ഡാൻസ് കളിക്കുന്നത് എന്തോ എല്ലാം രൂക്ഷമായിട്ട് തോന്നുന്നു. ഇന്നെങ്കിലും നമുക്ക് ഈ തണുപ്പിൽ നിന്നൊന്ന് രക്ഷപ്പെടാം. ഇന്നെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ഇങ്ങനെയാണ്. ഇവിടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. വണ്ടിക്ക് ഞങ്ങളൊന്ന് അടുക്കി പെറുക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിങ്ങനെയോ? നടക്ക് പിങ്ങനെ. ഇവിടെ ഇത്രയും ദിവസം വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വെയിൽ കാണുന്നത്. അതെ, സൂര്യനെ കാണുന്നത് 4 ദിവസത്തിന് ശേഷമാണെന്ന് പറയാ. കാരണം അത്രയ്ക്കും തണുപ്പായിരുന്നേ, രക്ഷയില്ലായിരുന്നു. വെയിലുണ്ടെങ്കിലും പക്ഷെ തണുപ്പിന് ആ ഒരു മാറ്റൊന്നും കുറവൊന്നുമില്ല. ഈ വെയിലത്ത് നിന്നാ ചെറിയ ചൂട് കിട്ടും. പക്ഷെ അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എല്ലാരും സെറ്ററും കൂടെ ജാക്കറ്റും ഇതുണ്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ലോഡ്ജ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫാമിലി ആയിട്ട് വന്നാൽ ഒന്നും നടക്കൂല. ആണുങ്ങൾക്ക് മാത്രം വേണമെങ്കിൽ ഒന്ന് വന്ന് ഫ്രഷപ്പ് ആവാം. ആണുങ്ങൾ പൊതുവെ ഇവിടെ ഒന്നും ഫ്രഷപ്പ് ഒന്നും ആവൂല. അങ്ങനെയല്ല, ഇവിടേക്ക് വന്നിട്ടേ എല്ലാരും ഇപ്പൊ എന്തായാലും ആണുങ്ങൾ മാത്രമായിട്ട് വന്ന് ഫ്രഷപ്പ് എടുക്കുവോ? രണ്ട് ഫാമിലി ആയിട്ട് വരുമ്പോ ആ പെണ്ണുങ്ങള് നമ്മൾ റൂം എടുക്കല്ലേ ഉള്ളൂ. പിന്നെ നമ്മളെ പോലുള്ളവർക്കാണ് അങ്ങനത്തെ ഉപകാരം ഉള്ളത്. പക്ഷെ അത് പെണ്ണുങ്ങൾക്കില്ല. അപ്പൊ നമ്മള് നേരെ നമുക്കിനി മേട്ടുപ്പാളയം പിടിക്കാം അല്ലെ. അതെ, മേട്ടുപ്പാളയത്ത് മെയിൻ ആയിട്ട് പോകേണ്ടത് ഒരു ബക്കറ്റ് മേടിക്കണം. അതെ അതെ, ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചേക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് നിരോധിച്ചേക്ക, പക്ഷെ എല്ലാ സാധനവും കവറിലാണ് താനും. അതാണ് വേറെ ട്വിസ്റ്റ്. അതൊക്കെ ഒരു പോരായ്മ തന്നെയാണ് അല്ലേ. ഇവിടെ തണുപ്പായല്ലോ. ഇനി ഇനി നമുക്കൊരു ദിവസം വന്നിട്ട് ഈ ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, അതായത് മേട്ടുപ്പാളയത്തിൽ നിന്ന് കുന്നൂരിലേക്ക് വരണം. കുന്നൂര് വണ്ടി വെച്ചിട്ട് ശരിക്കും മേട്ടുപ്പാളയത്തിലേക്ക് പോകണം. അത് വേറൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ ദൂരം ഉണ്ടാവും. അതുമല്ല കുറേ കൂടി കയറ്റം കയറുന്നൊക്കെ നല്ല ഫീൽ ചെയ്യും. ഇപ്പൊ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിപ്പോ നമ്മൾ ഇന്നലെ പോയതില്ലേ, അത് താഴേന്ന് വലിക്കുക ചെയ്യുന്നത്. വലിക്കുക മീൻസ് കയറ്റം അല്ല, വലിക്കുകയല്ല, തള്ളി ബേക്കിന്ന് എഞ്ചിൻ തള്ളി കയറ്റുക ചെയ്യുന്നത്. ഇവിടെയൊക്കെ മറ്റേ ഇതാണ്, ഈ പല്ലുകൾ വെച്ചിട്ടുള്ള നമ്മുടെ പണ്ടത്തെ ഒരു പൽചക്രം ഉണ്ടല്ലോ, ആ പൽചക്രം വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ഡീസൽ എഞ്ചിനാണ് മേളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ. 3 ദിവസം ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞിരുന്നല്ലേ. പെട്ടെന്ന് അങ്ങോട്ട് വെയിലത്തേക്ക് ഇറങ്ങിയപ്പോ വല്ലാത്തൊരു സുഖം. ഇനി അറിയോ, അല്ല കൈയൊക്കെ പൊള്ളുന്നു. ഇനിയിപ്പോ ചൂടാന്ന് പറയേണ്ടി വരും അല്ലേ. അത് മാത്രല്ല, ഈ ഒരു ഇറക്കം ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും കാലാവസ്ഥ മാറുന്നു. പക്ഷെ അന്ന് നമ്മളെ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ഇവിടെ വന്നപ്പോ നല്ല കോടയായിരുന്നു. അത് നമ്മള് ഉച്ച സമയത്തായിരുന്നല്ലോ അന്ന് ഇറങ്ങിയത്. ഇന്നിപ്പോ രാവിലെ ആയതുകൊണ്ടായിരിക്കും ഇത്ര വെയിൽ അല്ലേ. അറിയില്ല, വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോ നല്ല തണുപ്പാവുമായിരിക്കും അല്ലേ. ഊട്ടിയിൽ അന്ന് മഴയൊക്കെ പെയ്ത് തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഓരോ സ്ഥലത്തുനിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്, നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നല്ല മണ്ണിടിച്ചിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങ് പോന്നതാ, കുറേ കല്ലുകൾ ഇരിക്കുന്നുണ്ടല്ലേ. റോഡ് പണി പക്ഷെ ഇവിടെ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ അല്ലേ. കുരങ്ങന്മാരൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാല്ലേ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ചെറുതായിട്ട് കുഞ്ഞാറ്റൊക്കെ ഉണ്ടോ? അമ്മ മേളിന്നൊക്കെ നന്നായിട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. കുഞ്ഞു വെള്ളച്ചാട്ടം, പക്ഷെ വെള്ളമുണ്ട്. ഇപ്പൊ മഴയൊക്കെ പെയ്തതിന്റെ നല്ല ഉണ്ടാവും, നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഇവിടെ ഈ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു തണലും നല്ല രസമുണ്ട് റോഡ് കാണാൻ. തണല് ഇപ്പൊ താഴേക്ക് ഇറങ്ങുമ്പോ നോക്കിയോ, തണലിന്റെ ആ ഒരു സുഖം മനസ്സിലാവണമെങ്കിൽ തണുപ്പിന്റെ സുഖം ഇനി മനസ്സിലായി തുടങ്ങുന്നു. ഇനിയാണ് തണുപ്പിനെ നമ്മൾ മിസ് ചെയ്യാൻ പോണേ. അതെ,
അങ്ങനെ നമ്മള് ചുരം കഴിഞ്ഞ് താഴെ എത്തിട്ടോ. മേട്ടുപ്പാളയം എത്താനായി. അതെ, മേട്ടുപ്പാളയം എത്താനായി. ചുരം കഴിഞ്ഞപ്പോ നല്ല വെയിലും നല്ല കാഴ്ചകളും ഉണ്ട് അല്ലേ? മേലെ ആയിരുന്നപ്പോ മഞ്ഞ് കാരണം ഒന്നും കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അടക്കാത്തോട്ടം കണ്ടോ? ഇവിടുത്തെ കൗങ്ങിനൊന്നും കേടില്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്ക് ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ? ഒരു കാലത്ത് കേടൊന്നും ഉണ്ടായിരുന്നില്ല. വേറൊരു കാലത്ത് ഫുൾ കേടായി മൊത്തം പോയി. ഇപ്പൊ കവുങ്ങുള്ളവൻ രാജാവാണ്, കവുങ്ങില്ലാത്തവൻ അയ്യോ അത്രയും പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കും. ഇനി അങ്ങോട്ട് ഇതെന്താ അറിയോ ഞാറ്റക്ക്? വാഴത്തോട്ടം. വാഴ മലയാളികളുടെ ആയിരിക്കും ചിലപ്പോ. ഇവിടെ തമിഴ്നാട്ടിലും കൊറേ വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? വാഴപ്പിണ്ടിയോ? വാഴപ്പിണ്ടി അല്ലേ ഈ വാഴത്തോട്ടം? ശരി. ആഹാ, ഇതേതോ പുതിയ വണ്ടിയാണല്ലോ ഏട്ടേ. ഈ സ്കൂട്ടർ അല്ലല്ലോ. അല്ല, തൊട്ട് മുന്നിൽ പോണത് ഏതോ വണ്ടി. ടെസ്റ്റ് ഡ്രൈവ് പോകുന്നു തോന്നുന്നു. അവരുണ്ടല്ലോ, അവര് മെല്ലെ ഒന്നും പോവില്ല, അവരടിച്ച് മിനിച്ചാണ് പോവുള്ളൂ. നമ്മളതിന് പുറകാലം പോവാൻ നിന്നാലേ നമ്മളതിന് നിൽക്കുന്നില്ല, നമുക്ക് നടക്കൂല. നമുക്ക് ബ്രേക്ക് ലൈറ്റ് ഒക്കെ എത്തണേ. ഇത് XUV-ന്റെ ഒരു സാധനമാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇതേപോലത്തെ എന്തോ ഒന്ന് കണ്ടിരുന്നു. അത് താറിന്റെ 3 ഡോർ ഡ്രൈവ് അല്ല, അതായത് 2 വീൽ ഡ്രൈവ് എന്നൊരു സാധനമുണ്ട് താറിന്റെ പുതിയത് മോഡല്. അത് അതായത് റേറ്റ് ഒക്കെ കുറച്ച് 1.5 ലിറ്ററിൽ ഇറക്കിയ ഒരു സാധനം. അതാണ് സാധനം. ഇതൊരു കറുത്ത സാധനം മേടിച്ച് വണ്ടി തൂക്കണോ? അത് നല്ലൊരു മുന്നേറ്റമായിരിക്കും അല്ലേ? നോക്കിയാലോ? അടുത്ത ഇനിയും കാണും. അപ്പൊ നിർത്താം. അതെ. അത് ശരിക്കും ഉണ്ടല്ലോ, ഈ ലോറിക്കാരുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ അങ്ങനത്തെ ഏരിയയിലുള്ള കടയിൽ ഇഷ്ടം പോലെ കിട്ടും അത്. അതൊക്കെ വേണം ശരിക്കും അല്ലേ? അല്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ കൊറേ ആൾക്കാരൊക്കെ പറയില്ല അങ്ങനത്തെ ഉണ്ട്. വണ്ടിയിൽ തൂക്കുന്നത് നല്ലതാന്നല്ലേ പറയുന്നത്. ഈ രണ്ട് സൈഡിലും കാണുന്ന പൊളി മാർക്കറ്റ് അല്ലേ? പൊളി മാർക്കറ്റ്, അതായത് ഏത് വണ്ടീന്റെ സ്പെയർ വേണമെങ്കിലും മേട്ടുപ്പാളയം വന്നാൽ മതി. മേട്ടുപ്പാളയം മാത്രല്ല, മേട്ടുപ്പാളയം, കോയമ്പത്തൂര്, തൃശ്ശൂര്, കോഴിക്കോട് അവിടെയൊക്കെ ഉണ്ട്. പുതിയ വണ്ടീന്റെ വരെ ഉണ്ട് എന്നുള്ളതാണ് വേറെ ടെസ്റ്റ്. അതായത് നമ്മളിപ്പോ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ വലിയ കഥകളാണ്. ഇതുണ്ട് ഈ വലത്തെ സൈഡിൽ പോയി പഴയ ജിപ്സി ഒക്കെ തൊട്ട് കിടപ്പുണ്ട്. ചിലർക്ക് ഈ പുതിയ വണ്ടിയിലേക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവും ഇവർക്കില്ലേ? അതൊക്കെ കിട്ടൂടി, അതൊക്കെ ഒരു കഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും വണ്ടിക്കൊക്കെ സംഭവിക്കുന്ന വണ്ടികളൊക്കെ എടുത്തിട്ട് വരുമായിരിക്കില്ലേ? എന്താന്നറിയില്ല, എനിക്ക് അല്ല ബക്കറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയത്. എന്താണല്ലേ ഭയങ്കര ക്ഷീണം. അപ്പൊ നമുക്ക് ബക്കറ്റ് വാങ്ങാം കേട്ടോ, ഉണ്ടെന്നാണ് തോന്നുന്നത്. 199 കൂടി കടയാടിയത്. ബക്കറ്റ് കാണുന്ന ബക്കറ്റ് കാണേണ്ടി ഇതാണല്ലോ, അടപ്പുള്ള ബക്കറ്റ് അല്ലേ? ബക്കറ്റ് ഉണ്ടോന്ന് ചോദിച്ചോ. ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഞങ്ങൾ ബക്കറ്റ് അന്വേഷിച്ചു വന്നത്. ആൻസി വേറെ എന്തൊക്കെയോ എടുക്കും കേട്ടോ. അത് അലുമിനിയം അല്ല, അലുമിനിയത്തിന്റെ ആണെങ്കിൽ എന്താ അറിയോ, വെയിറ്റ് ഉണ്ടാവില്ല, പെട്ടെന്ന് ആവുകയും ചെയ്യും. അത് ഞാൻ എടുത്ത അലുമിനിയം ആയിരുന്നു. ഇൻഡാലിയല്ലേ എടുത്തേ? ആണോ? ഇത് എന്താ? അത് വേണ്ട, അത് കരിയോ അടിവശം കിട്ടണം. കുഞ്ഞാറ്റ എന്താണ് പരിപാടി? കുഞ്ഞാറ്റക്ക് പറ്റുന്ന എന്തൊക്കെയാണ് ഈ അലുമിനിയം ചീനച്ചട്ടി. ചീനച്ചട്ടിയിലല്ല, ഇത് തന്നെയാണ് അലുമിനിയം. നീ എടുത്തേ? ഇതെന്ത് വിലയുണ്ട്? 357. ഇത്രയും വലുത് വേണോ? ഇത്രയും വലുത് വണ്ടിക്കകത്ത് വെക്കാൻ പറ്റൂല, അതിന്റെ ചെറുത്. ഇത് മതി, നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കാലോ അല്ലേ? 285. വലിപ്പ വ്യത്യാസമുണ്ട്, വിലയും വ്യത്യാസമുണ്ട്. കപ്പൊന്നും വേണ്ടല്ലോ, കുഞ്ഞാ വാ. പിന്നെ ദേടി നമ്മുടെ മറ്റേ ഇത് ആൻസി 1,00,000 രൂപയുടെ കൊച്ചു പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. ഉണ്ടാവും, കൊച്ചു പറഞ്ഞ പല സാധനങ്ങളും കാണും. കൊച്ചിന് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ കാണിക്കണ്ട, കാണിച്ചു കഴിഞ്ഞപ്പോ എക്സ്പ്രഷൻ ഒന്നും. എക്സ്പ്രഷൻ വേണം കുഞ്ഞാറ്റെ. ഇത് നോക്കിയേ, ഇത് നോക്ക്. ഉണ്ടോ? അതല്ല, ഇത് വേറെ സാധനം. ഇത് നമ്മളിവിടെ ഓൺലൈനിൽ വാങ്ങുന്ന പല സാധനം ഉണ്ടല്ലോ. ഇതെന്താ സ്റ്റീറിംഗ്? ഇപ്പോഴോ വായോ? ബക്കറ്റ് ഏതൊരു ബക്കറ്റ് എടുക്കാം? ഇതെടുക്കാം, നീല അല്ലേ?
ഇത്രയും വലുത് വേണ്ട. അതും ഇതൊക്കെ ഒന്ന് തന്നെ. അല്ലല്ലോ, ബക്കറ്റ് സാധനങ്ങൾ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത്രയും വലുത് വേണ്ടല്ലോ. അത് വേണ്ടെന്ന് അതല്ല ഞാൻ പറഞ്ഞു, ഇതെടുക്കാം. ഇതാണെങ്കിലോ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം കണ്ടില്ലേ? കുറച്ച് ചെറുത് വേണം. അതിലും ചെറുതായിരുന്നു വേണ്ടത്. അപ്പൊ അത് ഭയങ്കര ചെറുതായി പോയില്ലേ? ഇതിനെ എടുക്കാം അല്ലേ? ഇതാണ് പ്രശ്നം. ഒരു ബക്കറ്റ് വാങ്ങാൻ പോയിട്ട് വേറൊന്നും വാങ്ങിയില്ല. സാധനങ്ങളാ, തേങ്ങ ബക്കറ്റ്, ഒരു ചീനച്ചട്ടി. ചേട്ടേ പറഞ്ഞോണ്ട് വാങ്ങിയതാ. ഞാനോ? നീയാ പറഞ്ഞ? ഇത് ഞാൻ പറഞ്ഞില്ല, ഇതും ചേട്ടേ പറഞ്ഞല്ലേ. ഞാൻ ബക്കറ്റ് കപ്പ് മാത്രം വാങ്ങാൻ പോയ ആളാണ്. തേങ്ങ ഇല്ലല്ലോ ചേരണ്ടേ. തേങ്ങ അവിടെ അതാ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നല്ല ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അവിടെ തേങ്ങ ഉണ്ടാവില്ലായിരുന്നോ? തേങ്ങ മേടിക്കണായിരുന്നോ? നോക്കാം, ഇനി അടുത്ത സ്ഥലത്തൊന്നും അവലുണ്ടായിരുന്നു. അവല് നനയ്ക്കായിരുന്നു നമുക്ക് വൈകുന്നേരം 4 മണിക്കത്തേക്ക് അല്ലേ? ശർക്കര ഉണ്ടോ? അപ്പൊ ശർക്കര ഒരു തേങ്ങ വാങ്ങാൻ പോയതാണ് കേട്ടോ ചേട്ടേ. ഇവിടെ നിന്നു മകള് അതുണ്ടോ ഇതുണ്ടോ നോക്ക്. ഒരു തേങ്ങയും 2 പഴവും വാങ്ങാന്ന് പറഞ്ഞു പോയത്. ഇവിടെ കരിമ്പുണ്ടാവും നോക്കപ്പായി, ഒരേ ഒച്ചപ്പാടാണ്. അപ്പൊ നോക്കും. നല്ല നാച്ചുറൽ ആയിട്ടോ പഴവും പച്ചക്കറികളൊക്കെ കുറെ ഇരിപ്പുണ്ട്. പപ്പായ ഒക്കെ ഇരിപ്പുണ്ടേ. ഇതെന്താ കവറൊന്നും ഇല്ലേ? കവറില്ല. നമുക്കേ പഴംപൊരി ഉണ്ടാക്കാൻ ഒരു 3 പഴം മേടിച്ചിട്ടുണ്ട്. പഴുത്ത് നോക്കി ഞെക്കി എടുത്താ പഴുക്കാത്ത ഞെക്കി പഴുപ്പിച്ചു. ഇവിടെയൊക്കെ കൊറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പഴംപൊരികളുടെ പഴംപൊരികളുടെ പഴംപൊരി എന്ന് പറഞ്ഞു കേട്ടോ. പഴം കൊറേ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ബക്കറ്റിലേക്ക് കിട്ടും. ആയിക്കോട്ടെ. മറ്റേ പഴം കിട്ടിയപ്പോ വായിലേക്ക് പഴം കുത്തി കയറ്റിയതുകൊണ്ടാണോ മറ്റേ ഇതിന്റെ ഡയലോഗ് കേൾക്കാൻ? പൊന്നേ, അപ്പം പറഞ്ഞ അതുപോലെ അനുസരിക്കുന്ന ഒരു മകളും. അപ്പൊ നമ്മളങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞാൽ കഞ്ഞി തന്നെ. കഞ്ഞിയാണോ ചോറാണോ? അതെന്താ സംഭവം എന്ന് അറിയാം. ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഫുഡ് എൻ്റെ വക ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി കുറച്ച് പൈസ ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ചേട്ടയ്ക്ക് അങ്ങനെ പേര് പറയുന്നോട്ട് താല്പര്യമില്ല അല്ലേ. കഞ്ഞി ഞങ്ങൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ച് ചൂടാക്കിയാൽ കഞ്ഞി കഴിക്കാം. കഞ്ഞിയോ ചോറോ എങ്ങനെ വെള്ളം കഴിക്കാം അല്ലേ? അച്ചാറും കൂട്ടി കഴിക്കാം. നമുക്ക് ചൂടാക്കാൻ നമ്മൾ നല്ല തണല് നോക്കി നിർത്തിയിട്ടുണ്ടേ. അതെ, സാർ അവിടെ ഇരിക്കുന്നത് എന്താ അറിയോ? സാറിന് ഇതിൽ ഫുള്ള് പുളിയാണേ. അപ്പൊ സാറിന് പുളി വേണം. പുളി കിട്ടിയേ പറ്റൂ. ഞാൻ ചെറിയൊരു കഷ്ണം പറിച്ചു കൊടുത്തു, എന്നിട്ടും സമ്മതിക്കുന്നില്ല. അപ്പൊ ആ വെള്ളമൊക്കെ കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. പഴംപൊരിക്കുള്ളത് കുറച്ച് നോക്കണ്ടേ? നമുക്കൊരു 4 മണിയാകുമ്പോ എവിടെയെങ്കിലും ഇതേപോലത്തെ നല്ലൊരു സ്ഥലത്ത് നിർത്തിയിട്ട് എന്താ താക്കരെ അപ്പായ പറിച്ചു തരാന്നേ. പറിക്കാത്തതിന് മുഖത്ത് ഒട്ടും ദേഷ്യവും ഇല്ല. നമ്മുടെ രണ്ടിന്റെ വാശി അല്ലാണ്ടെന്താ? എനിക്ക് ഇത്രയും വാശി ഉണ്ടോ? നമുക്കൊരു ചായം കൂടി ഇട്ട് കുടിക്കണം. ചായ വേണോ? പിന്നെ കാപ്പിയോ? ചായ വേണോ? കാപ്പി ഇല്ലടി, കാപ്പിപ്പൊടി ഇല്ല. ഇത് നല്ല കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇതുകൊണ്ടോ ഫുള്ള് വാഴയാണ്, വാഴ കൃഷിയാണ്. ഇവിടെ നിന്നൊക്കെ നമ്മുടെ വയനാട്ടിലേക്കൊക്കെ ഇവിടെ വന്ന്, അതായത് ഇപ്പൊ ഞങ്ങൾ മേട്ടുപ്പാളയം ആ ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. മേട്ടുപ്പാളയത്ത് നിന്ന് കുറച്ചൊന്ന് പോകുന്നു. സത്യമംഗലം റൂട്ടാണിത്. നമ്മൾ ഇങ്ങോട്ട് റോഡ് റൂട്ടിലേക്ക് കയറിയിട്ട് വേണം ടൗൺ കയറേണ്ട, അങ്ങനെ പോകും കേട്ടോ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വാഴക്കന്നുകൾ നമ്മുടെ കേരളത്തിലേക്കൊക്കെ കൊണ്ടുപോയി നടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും നമ്പർ വേണം എന്നുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. കമന്റിൽ ചോദിച്ചാൽ ഞാനൊരു ചേട്ടൻ്റെ നമ്പർ തരാം. സത്യമംഗലം എന്നല്ല, മേട്ടുപ്പാളയം ആ ഏരിയയിലാണ് പുള്ളി ഉള്ളത്. പുള്ളി നല്ല അടിപൊളി വാഴവിത്തുകൾ തരുന്നതായിരിക്കും. എന്താ കുഞ്ഞാ, എന്താ പ്രശ്നം? ഇവിടെ എന്തോ കണ്ടു, അത് വേണം. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്യാസ് കുറ്റി പുറത്തിറക്കേണ്ട ഗതികേടിലെത്തിയിട്ടോ. കാരണം ഞങ്ങൾ ഇത്രയും ദിവസം വിചാരിച്ചിരുന്ന ബർണറിനാണ് കംപ്ലൈന്റ് എന്നാണ്. ബർണറിനല്ല, ഗ്യാസും കുറ്റിക്കേ കംപ്ലൈന്റ് ആണ്. ഗ്യാസും കുറ്റിന്ന് ഗ്യാസ് ലീക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഇത് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ലീക്കൊന്നുമില്ല. ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഉള്ളിൽ 2 വാഷർ ഉണ്ട്. ആ വാഷറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ഇതിന് ഒരു പരിധിയൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് മുറിക്ക് കംപ്ലൈന്റ് വരും. ഇത്രയും പഴക്കമുണ്ട്, എത്ര പഴക്കമുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ആ കടയിൽ നിന്ന് ജസ്റ്റ് ഒന്നും നോക്കാണ്ട് ഇങ്ങനെ എടുത്തല്ലേ, ലീക്ക് നോക്കിയിട്ട് എടുക്കണ്ടേ? ലീക്ക് നോക്കണമായിരുന്നു, നമ്മൾ അറിഞ്ഞില്ലല്ലോ. കഞ്ഞി എടുത്ത് വെക്കുക, പെട്ടെന്ന് തന്നെ ആദ്യം ഗ്യാസിന്റെ കാര്യം ചെയ്യാൻ വേണ്ടി പോയി. അതാണ് മെയിൻ. ഇനി നമുക്ക് അത് എവിടെയെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കാം. കുറ്റിയാക്കാം നമുക്ക്. ആ 2.5 അന്ന് 2 കിലോന്റെ ഉള്ളി എടുത്തായിരുന്നു, അത് മതിയായിരുന്നു. തീരുമ്പോ നിറച്ചാൽ മതിയായിരുന്നു. അപ്പൊ നീയാണ് പറഞ്ഞത് അത് പോരാ 5 കിലോ വേണമെന്ന്.
എല്ലാം എന്റെ തെറ്റ്. അത് ഒരുത്തിയുടെ മണ്ണി കളിക്കുന്നു. കഞ്ഞിയായോ? കഞ്ഞിയായി. മുട്ട വെച്ച് കാണിക്കണ മുട്ടയെ ബുർജി ഉണ്ടാക്കും. ബുർജി ഖലീഫല്ല, അമൃത ചേച്ചി ഉണ്ടാക്കുന്നത്. അമൃത ചേച്ചി രാവിലെ ക്ലാസ്സിൽ പോകുമ്പോ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടന്റെ വൈഫാണ്. അതെ, എനിക്ക് ഇതിന്റെ പേര് ബുർജി എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചി ഇതെങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ മുട്ട മൊത്തം ഇവിടെ ഒഴിക്കുന്നത് തോന്നുന്നു. വേണ്ട വേണ്ട വേണ്ട. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് മൊത്തം കാണിക്കണ്ടായി. ഇത് ഇഞ്ചിയും തക്കാളിയും സവോളയും കൂടി നന്നായിട്ട് വാട്ടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത് അതിടാം. പിന്നെ ഇത് ഇതുപോലെ നന്നായിട്ട് വാട്ടണം. നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിനകത്ത് ഇഞ്ചി മാത്രം ഇട്ടാൽ മതി, വെളുത്തുള്ളി മാത്രം ഇട്ടാൽ ഇഞ്ചി ഇടണ്ട. അതും കൂടെ നന്നായിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ബീഫ് മസാല, ചിക്കൻ മസാല, ബീഫ് മസാല, ഏതെങ്കിലും ഒരു മസാല ഇട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല കാറ്റല്ലേ. ഇളക്കി കഴിയുമ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആവുമല്ലോ. അപ്പൊ ഈ മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മള് മുട്ട ചിക്കി എടുക്കാന്ന് പറയും, മുട്ടത്തോരൻ വെക്കാന്ന് പറയുന്നത്. അങ്ങനെ ചിക്കി എടുക്കുക. കറിവേപ്പിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇടാം, ഇവിടെ നമുക്കില്ലല്ലോ. ഇവിടെ കുറെ കാട്ടിലെ വേപ്പിലുണ്ട്, അതൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളങ്ങനെ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഠിച്ചോ ഞാൻ ഇത് ഉണ്ടാക്കാൻ? ബുർജ് ഖലീഫ. കുഞ്ഞാറ്റെ പഠിച്ചോ ഇതുണ്ടാക്കാൻ? കൊറേ നേരം നോക്കിയിരിക്കണ്ടല്ലോ. പഠിച്ചോ? എന്ത്? ഞാനിപ്പോ എന്തുണ്ടാക്കിയാലും കൊച്ചിങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് അതാ ഇനി അങ്ങനെ ഇളക്കണം അല്ലേ? അതെന്താ ഇനി ഉപ്പിടണം അല്ലേ? ഇനി നമുക്ക് കഴിക്കാം. കഴി തുടങ്ങിയോ ഇവിടെ? എങ്ങനെയുണ്ട്? ഇത് മാങ്ങയില്ലേ? ഇത് മാങ്ങ അച്ചാറോട്ടോ. ആഹാ, ഇച്ചിരി ഇങ്ങനെ വെക്കുക. ഈ മുട്ട എടുത്ത് ഇങ്ങനെ വെക്കുക. എനിക്കിപ്പൊ തന്നെ വാരി വെള്ളം ഒഴുകുന്നു. എന്നിട്ട് കൂട്ടിയാണ് കുഴച്ചങ്ങോട്ട് തിന്നാം. ഇവിടെ എന്താ എന്നിട്ട് ചോറ്? അതാ ചാറാണ് ഇവിടെ ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും ചാറ് കൂട്ടിയാ ഇന്നൊരു ലേശം ഹെൽത്തി ഫുഡാ. എന്താ അറിയോ? ചെറുപയറും കഞ്ഞിയും മുട്ടയും. മുട്ട പൊരിച്ചതുകൊണ്ട് ഹെൽത്തി പോയി. എണ്ണ ഇട്ട് പൊരിച്ചല്ലേ. ഓ, ഹെൽത്തി കുട്ടാന്ന് വിളിക്കായിരുന്നു, പക്ഷെ പറ്റില്ല. ഇവിടെ ഞങ്ങള് ഇങ്ങനത്തെ വല്ല റീൽസിലുള്ള സംഭവങ്ങളൊക്കെ പകുതി ഇട്ട് കൊടുത്താൽ മതി. ബാക്കി ഇവിടെ ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞേ. അടി നീ കഴിച്ചുണ്ട് കാണാവേ. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ വിജയ് സത്യമംഗലം അല്ലേ? ഇതാണ് പുള്ളിനെ വിളിച്ചാൽ നമുക്ക് വാഴക്കന്നും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങളത് പറഞ്ഞുകൊണ്ട് ആളിവിടെ എത്തി. ഞങ്ങള് ജസ്റ്റ് ഇവിടെ കുക്ക് ചെയ്ത് പാത്രം എല്ലാം കഴുകാൻ വേണ്ടി തുടങ്ങിയായിരുന്നേ. അപ്പോഴുണ്ട് പുള്ളി വിളിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങളാണോ അവിടെ നിൽക്കുന്നത്? അതേന്ന് പറഞ്ഞ് പുള്ളി ഓടി വന്നു കേട്ടോ. പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആൻസി ഇവിടെ പാത്രങ്ങൾ കഴുകുകയാണ്. അവര് പോയി കേട്ടോ. ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ മടിയാണ്. ഇവര് പൊതുവെ എങ്ങനെ അറിയോ? ഇപ്പൊ ഇവിടെ എന്താ സംഭവം എന്നറിയോ? ശബരിമലയിലേക്കല്ല, പഴനി പോകുന്ന ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ പരിപാടി. ഇപ്പൊ അടുത്ത സ്റ്റോപ്പ് 4 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ വന്ന സ്ഥലത്തും വാഴക്കന്നെടുക്കാൻ. അപ്പൊ ഇതാ നമുക്ക് വിജയ് ചേട്ടൻ തന്നാട്ടോ. അടിപൊളി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട ഒരു സംഭവമാണ്. അലുവ പോലെ ഇരിക്കുന്ന ഒരു സംഭവം. അടിപൊളി സാധനം. പൊട്ടിക്കാം. കടിച്ചൊക്കെ പൊട്ടിക്കള്. അപ്പൊ ഞാൻ എന്താ നോക്കണം അല്ലേ? പുള്ളിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അന്നേരത്തേക്കും പുള്ളി ഇതിലെ ബൈക്ക് കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. നമുക്ക് പോവാമേ. പുളി പറിച്ച് കുറെ സൈഡ് കിടന്ന് പരിശ്രമിച്ച് നോക്കി, പുളി കിട്ടിയില്ല. വടിയൊന്നുമില്ല ഇവിടെ പുളി പറിക്കാൻ. എറിഞ്ഞു നോക്കി മാക്സിമം നോക്കി നടക്കുന്നില്ല കേട്ടോ. പുളിയാണെങ്കിൽ നിറച്ച് കിടക്കുക. പിന്നെ നമ്മുടെ ചെടീന്റെ ലൊക്കേഷൻ ഒന്ന് മാറ്റി കേട്ടോ. ചെടീന്റെ ലൊക്കേഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. കാരണം വീഡിയോയിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടേ. ഞാൻ ചേട്ടൻ തന്ന സാധനം കഴിച്ചോട്ടെ. ഇതെന്താ ശരിക്കും സാധനം? അലുവയാണോ? അലുവ എനിക്ക് അറിയില്ല കേട്ടോ എന്താ. പക്ഷെ അത് നട്ട്സോ എന്തൊക്കെയോ ഉണ്ട്. ഈന്തപ്പഴമൊക്കെ ഉണ്ടല്ലേ. നമുക്ക് പോവാ. ഇത് കണ്ടോ, ആൻസി കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി പുളി പറിക്കുകയാണ്. ഇപ്പോഴാണ് കുഞ്ഞാറ്റയ്ക്ക് ഒരു സമാധാനമായത് അല്ലേ? ആ ഡോറങ്ങ് മൊത്തം തുറക്കും കുഞ്ഞാ. അവിടെയൊക്കെ അങ്ങനെ തൂങ്ങി നിൽക്കല്ലേ. ഇത് താഴെ പോവും. എന്തൊക്കെയാ കാണിക്കുന്നത്? ആൻസിയമ്മ വരുന്നുണ്ട്, അത് മതി. ബേഗിൽ കയറിയിരുന്നേ. ഓ, എന്നെ ചാതി വെയിലാന്ന് നോക്കിയേ. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക പറഞ്ഞാ? മുള്ള കരിമ്പിഞ്ചാണല്ലോ. ഇപ്പൊ പുളി കിട്ടാന്നിട്ട് കരച്ചില് കേക്കണ്ടല്ലോ. ആ നല്ല കുത്താ. ഉള്ള മുള്ള.
മുള്ള എന്നാ പോവാ. ഇതൊക്കെ ഞാൻ നിക്കുന്ന നിന്റെ തലേന്ന് പൊക്കി നോക്കിയ മേളിലേക്ക്. ഇതിലൊന്ന് കേറി നോക്ക്. ഇവിടെ ഇവിടെ കേറി. ഇതെന്താ? അതല്ലേ പറഞ്ഞേ. എന്തുകൊണ്ടോ ഒരു കൊലയിൽ 1000 പുളികൾ. അയ്യോ നിറച്ച പുളി കേട്ടോ. പറിക്കാൻ പറ്റുമോ? ഇല്ല മതി. ഇത് ചേട്ടേ നല്ല നിവർന്ന് കിടക്കുന്ന വഴിയില്ലേ. അതുപോലെ അധികം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. വണ്ടികൾ കുറവ്. ഇതേപോലെ ഇടയ്ക്ക് 1-2 ബസ്സോ ലോറിയൊക്കെ വന്നാ അത് ഇവിടുത്തെ തന്നെ ഈ നാട്ടിലെ തന്നെ ബസ്സുകളുമാണ്. പിന്നെ ഇവിടെ കൂടുതൽ ഏത്തക്കായ ഇല്ലേ. ഏത്തക്കായ നല്ലോണം കൃഷി ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇപ്പൊ നമ്മളാ കണ്ട ചേട്ടനില്ലേ, പുള്ളീന്റെ അടുത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യേ നമ്മള് വീട്ടിൽ കൊണ്ടുപോയി 2 കൊല വെച്ച് ആ കൊലേന്റെ ഒരു മുഴുപ്പ് കാണണം. വലിയ വളവോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, ഇടയ്ക്ക് ഇച്ചിരി ഇട്ടിട്ട് എന്നിട്ട് തന്നെ അതിന്റെ മുഴുപ്പ് കാണണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പുള്ളിക്ക് പരസ്യം തരുമായിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ അനുഭവം പറഞ്ഞാണ് അനുഭവം. അപ്പൊ ചെറിയൊരു കനാല് കണ്ടിറങ്ങിയതാട്ടോ. ഇവിടെ അത്യാവശ്യം വലിയ രീതിക്ക് വെള്ളമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതൊക്കെ ആക്കാല്ലേടി, തുണി കഴുകാ. എനിക്ക് വേണേ ഒന്ന് കുളിക്കുകയും ചെയ്യാം. അവിടെ ചേട്ടന്മാരൊക്കെ കുളിക്കുന്നുണ്ട്, തുണിയും കഴുകുന്നുണ്ട്. പിന്നെ പേടിക്കാനില്ല. തുണി കഴുകിയാലോ കുഴപ്പമില്ലല്ലോ. വെള്ളം ഒഴുക്കുണ്ട്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന. പിന്നെ അധികം ആഴമില്ലാത്തോണ്ട് വൃത്തി ഉണ്ടാവും, ഒഴുകി പോവല്ലേ. പക്ഷെ ടീം കൂടെ കിടന്ന് നല്ല ഉറക്കാട്ടോ. ഞാൻ ആ തുണി അങ്ങ് കഴുകിയെടുക്കാം. എവിടെ ഇരിക്കുന്നേ? വെക്കില്ല. സെൻട്രൽ ലോക്ക് ആയതുകൊണ്ട് സെൻട്രലിൽ ഇരിക്കുന്ന ആള് തന്നെ വന്ന് തുറക്കണം, ലോക്ക് തുറക്കണം. എങ്കിലേ ആൻസിയേ അലക്കമ്പോ മൈക്ക് ഇങ്ങ് തന്നെ. മൈക്ക് എന്തിനാ വെറുതെ വെള്ളത്തിൽ മുക്കിക്കളയണേ? ആകെ ഇത്ര ഉള്ളു വെള്ളം അല്ലേ? ഇതില് മുങ്ങി കുളിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് മുങ്ങിയൊന്നും കുളിക്കാൻ പറ്റില്ല. തണുപ്പുണ്ടോ? വലിയ തണുപ്പൊന്നുമില്ല. ഇല്ലേ, വെള്ളം കുറവായതുകൊണ്ടാ. ഒഴുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബക്കറ്റ് വെച്ച് കോരി കുളിക്കാം അല്ലേ? എന്നാ ഇത് മൊത്തം ഒന്ന് അലക്കിയിട്ട് കാണാം കേട്ടോ. കുറച്ചധികം ഉണ്ട്. കണ്ടോ വെള്ളത്തിന് കണ്ടതിൻ്റെ സന്തോഷം കണ്ടോ? അതെ, ഇത്ര നേരേ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. വെള്ളം കണ്ടപ്പോൾ നോക്ക്, അവിടെ ഇഷ്ടം പോലെ മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അമ്പ കല്ലൊക്കെ എടുത്തെറിയുന്നു കുഞ്ഞാറ്റ. അപ്പം എന്തായാലും ആൻസി മീനോ? എന്തിനാ? വറക്കാനാണോ? കാണാനോ? അപ്പൊ ആൻസി ഇവിടെ കഴുക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ എൻ്റെ അലക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. തുണിയൊക്കെ ഇവിടെ ഉണക്കാനിട്ടു. എല്ലാവരും ഇവിടെ വന്ന് കുളിക്കുന്നു. അലക്കാൻ ആൾക്കിയിട്ടുണ്ടോ? തുണികൾ വിരിച്ചിടുന്നുണ്ടോ? അപ്പനും മോളും ഇവിടെ ഒരേ കുളിയാണേ. കൊച്ചു മീൻ പിടിക്കാൻ പോകണോ? നല്ല ക്ലീൻ വെള്ളം കേട്ടോ. എല്ലാവരും കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കും സമാധാനമായിട്ട് നമ്മളും കുളിച്ചു. അവർ ഒരുപാട് തുണി കൊണ്ട് വന്നേക്കണം കേട്ടോ. അത്രയും തുണി കഴുകാനുണ്ട് അവർക്ക്. അപ്പം വാ കയറി പോവാം. വാ വേഗം കയറി വാ. ഞങ്ങൾ ഈ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി മീനെ പിടിക്കാൻ കുറേ നേരം നോക്കിയേ. ഈ അക്ക അണ്ണനും കുഞ്ഞാറ്റയ്ക്ക് മീനെ പിടിച്ചു കൊടുത്തു. കുറച്ച് മാറ്റി വെക്കാം. അതാ ചാടിപ്പോണു. അതാ ചാടി. ഈ ചേട്ടായി സ്വഭാവം. കുഞ്ഞാറ്റ ഒരേ ഹാപ്പി. അവര് കൊറേ മീനെ പിടിച്ചു കൊടുത്തപ്പോ അവര് കൊട്ട ഓക്കെ അവര് കൊട്ടയിലിട്ട് കൊണ്ടുപോയിക്കാണാൻ പറയണം. നമ്മൾ ഈ ലോങ് ട്രിപ്പാന്ന് അറിയില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വിടാം. കുഞ്ഞാനെ ഹാപ്പി. ഇനിയും കൂടെ ഒന്നുമില്ല, അത്രയും മതി. ഞങ്ങളിവിടെ നോക്കിയപ്പോൾ നിറച്ച് മീൻ കേട്ടോ. അവരിവിടെ പാത്രമൊക്കെ കഴുകിയേ. മീൻ കഴുകി. അപ്പോൾ നിറച്ച് മീൻ വന്നേ. ദൂരെ വന്നുണ്ടോ, കാണുന്നുണ്ടോയെന്നറിയില്ല. നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ആ അണ്ണൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ വൈകുന്നേരം അല്ലേ, നാളെ വൈകുന്നേരം ആ അണ്ണനെ കണ്ടോ. ആ അണ്ണനാണ് കുഞ്ഞാറ്റയ്ക്ക് 2 മീനൊക്കെ പിടിച്ചു കൊടുത്തത്. സൂപ്പർ മീനല്ലേ കുഞ്ഞാറ്റെ? അണ്ണൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അവിടെ വരെ വെള്ളം വരും നാളെ രാത്രി ആകുമ്പോഴേക്കും. എങ്ങനെ ഡാം തുറക്കുന്നു അല്ലേ? 2 ദിവസം കൂടി ഞാനും കുഞ്ഞാറ്റും അത് കുടിച്ചു. അതെ, അതെന്തായാലും നന്നായി. അപ്പത്തേക്കും ഡാം തുറന്നിടാൻ പോവാ. നമ്മുടെ അഴുക്ക് പോണല്ലോ. അതെ, ഒഴുകി പോട്ടെ.
അവര് ആ ഡാമിൽ നിന്ന് പിടിച്ച മീനാണ് ഇത് കൊണ്ടുവന്നത് അല്ലേ? അത് ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്ന ഇവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അവര് വരുന്നതിന് മുമ്പ് നമ്മൾ കുളിച്ച് കയറി കേട്ടോ. കയറി. പക്ഷെ എന്നാലും അവര് ഈ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ കഴുകാൻ പാടുണ്ടോ അല്ലേ? നോക്കിയിട്ട് കാര്യമില്ല, വേറെ വെള്ളമില്ലായിരിക്കും അല്ലേ? ഡാമീനല്ലേ. അതെ. കുഞ്ഞാറ്റെ എന്ത് ചെയ്യാൻ പോവാ? 2 മിനിറ്റ് കണ്ടിട്ടാണോ തിരിച്ചു വിടുന്നേ? ഓക്കെ, 2 മിനിറ്റ് സമയമുണ്ടല്ലോ അല്ലേ? എടുത്തെടുത്താ ഇടുന്നേ? എന്താ ആണോ? ഇവിടെ നിറച്ച് മീനുണ്ട്, അതിന്റെ കൂട്ടത്തിലേക്ക് വിട്ടേക്ക്. അവരുടെ കൂട്ടത്തിലുള്ള ആളെ തപ്പി വരിക. എന്തോരം ആൾക്കാരെ തപ്പി വന്നിരിക്കുന്നുണ്ടോ? പാവങ്ങള്. വിട്ടേക്ക്, മറച്ചു വിട്ടേക്ക്. വിടാനങ്ങ് മനസ്സില്ല, ഒറ്റ കമത്ത് കമത്തിയാ മതി. പക്ഷെ അത് വിടാണ്ടേ. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ കേട്ടോ. ഇനി 5 മിനിറ്റ് കൂടെ നോക്കിക്കോ കേട്ടോ. അതെ, അങ്ങോട്ട് കേട്ടേ. അതെന്താ കൊക്കോ? വാ, നല്ല രസം കാണാൻ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് അങ്ങനത്തെ വലുത് കാണാം. അതാ അടുത്ത സെറ്റ്. കാക്കയാണോ ഇത്? നീർക്കാക്കയടി. നീർക്കാക്കയല്ലേ? കാക്കാന്ന് കരുതുന്ന കേട്ടോ. അതും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് അവിടെ നിന്ന് അങ്ങ് പോകുന്ന കാണാം. ഇതുണ്ടോ എന്തോരം ആ വെള്ളത്തിൽ പോയിരുന്നു കേട്ടോ. അവിടെ എല്ലാം കൂടെ അതിപ്പോ കിട്ടും. സ്വർണ്ണമോതിരം. എവിടെ സ്വർണ്ണമോതിരം? അതെ അതെ, ഏതോ ചേട്ടനുണ്ട് കുളിക്കാനും തോന്നിയേക്കുന്നത്. നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ആൻസി പഴംപൊരി ഉണ്ടാക്കാൻ പോവാ. പഴംപൊരിക്കുള്ള ഇത് കുഴച്ച് വെക്കുകയാണെങ്കിലേ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പൊ അതുവരെ നമ്മുടെ തുണി ഉണങ്ങും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് മാറിയിട്ട് ഉണ്ടാക്കാം. മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇവിടെ എല്ലാരും കുളിക്കുന്നേ. അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നവർക്ക് കുളിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, മടി വരും. അപ്പൊ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട്. പക്ഷെ ഇതിൽ ടിസ്റ്റ് എന്താണെന്നറിയോ? എന്താ ആൻസി കുളിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെ കുളിക്കുക? ഞാൻ ടെന്റ് എടുത്ത് വെച്ച് തരാന്ന് പറഞ്ഞല്ലേ. ഞാൻ ഇവിടുത്തെ കുളിച്ച് കഴിഞ്ഞ ഇവിടെ എണ്ണസംഖ്യ കൂടും. കുളിക്കാനൊക്കെ റെഡിയാണ്, എണ്ണസംഖ്യ കൂട്ടണം വേണ്ടല്ലോ. വേണ്ട, നമുക്ക് പോയേക്കാം. ആകെ 3 പഴമേ ഉള്ളൂ പഴംപൊരി ഉണ്ടാക്കാൻ. അത് അടച്ചു വെച്ചോ, എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് തുണി എടുത്തിട്ട് അങ്ങ് പോവാം. എന്താ കുഞ്ഞാ, വെള്ളം കുടിച്ചോട്ടോ. അത് നിറച്ച് തീർക്കണേ. കൈ ഒന്ന് കഴുകാൻ വെള്ളം ഒഴിച്ചു. ഒഴിച്ചു. അപ്പൊ ഞങ്ങൾ തുണിയെല്ലാം എടുത്ത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറിട്ടോ. ഫുള്ള് കൃഷിയാണ് ഇവിടെ, മൊത്തം കൃഷിയാണ്. നമ്മളിത് ആ തോട്ടില്, നല്ല തോട്ടിലല്ല, കനാലിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കൂടുന്നുണ്ട് കേട്ടോ. കാരണം ഡാം തുറക്കൂന്ന് പറഞ്ഞു. കൊച്ചിപ്പോ ടാപ്പ് തുറന്ന് വിട്ടിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞുകൊണ്ടാണ് എനിക്കും വായിൽ അങ്ങനെ തന്നെ വരുന്നത്. കൊഞ്ഞിങ് വന്നേ, ഇന്ന് വാ. ഇന്ന് കുളിച്ചതിന്റെ ഒരു പവർ കാണും ഇതിന് അല്ലേ? അപ്പോ വേണ്ടായിരുന്നല്ലോ, കൊച്ചു കഴിച്ചോ. ഒരു പുളി കിട്ടിയിട്ടുണ്ട്. ഇനി 2 ആക്ക്. അത്രയും മതി, 2 ആക്കിയാ. കേടുണ്ടോ പഴം? ചെറുതായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഓയിൽ ഒഴിക്കൂ. പുതിയ ചട്ടി ഇന്ന് തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാല്ലേ. വിത്ത് പഴംപൊരി കുറച്ച് മതി, വെറുതെ എണ്ണ കളയണ്ടേ. വിത്ത് പഴംപൊരി ആണല്ലേ? അത് പോവും, അത് മൊത്തം പോവും. പിന്നെ പഴംപൊരി തീറ്റ തന്നെ ഇല്ലാണ്ടാവും. പറഞ്ഞേ ഒന്ന് മാറ്റിയിരുത്തണം. ഇത് മാറ്റിയിരുത്തിട്ട് കാര്യമില്ല, മാറിയിരുന്നാലേ കാര്യമുള്ളൂ. അതിലേക്ക് ഇട്ടങ്ങ് മൊത്തം ഇളക്കിക്കോ. ഇത് അലുമിനിയം ആണോ സ്റ്റീൽ ഇതാണോ ഇൻഡാലിയം? അങ്ങനൊന്നും ചോദിച്ചുകൂടാ. ചീനച്ചട്ടിയാന്ന് എനിക്ക്. ചീനച്ചട്ടി അല്ലേ? അല്ല, അണ്ടാവോ ഒന്ന് പോവാൻ. ആൾക്കാര് കമന്റ് ബോക്സിൽ നിങ്ങളെ തെറി പറയും. അങ്ങനെ എനിക്കൊരു അവസരം പോലും തരേണ്ട ആൻസി ഇട്ട്. എണ്ണ നല്ല ചൂടായി. ചേട്ടാ അടുത്ത് ഞാൻ കുറെ നേരം വീഡിയോ എടുക്കും പറയും. ഇച്ചിരി തീ കുറക്കി. നല്ല ചൂട്. തീ കെടുത്തിയില്ലല്ലോ? നല്ല കൈയൊക്കെ പൊള്ളിക്കുന്നോടി. അമ്മേ കരിഞ്ഞ്. അയ്യോ, നമ്മുടെ പഴം ചെറുതായിട്ട് മുരിയുന്ന നല്ലതാ. തീ കൂടി പോയി, ഇച്ചിരി തീ കുറച്ചിട്ടോ. ഇത് ഒറ്റയ്ക്ക് ഇടണം, ഒറ്റയ്ക്ക് മറിച്ചിടണം. പിന്നെ ഞാനും കൂടി ഇട്ടുതരാടി ഒരു 4 പഴംപൊരി ഉണ്ടാക്കാൻ. അല്ല പിന്നെ അല്ല കുഞ്ഞാ. സൂര്യൻ ചേട്ടൻ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂര്യൻ ചേട്ടൻ ഇറങ്ങുന്നതിന് മുമ്പ് കട്ടൻ ചായ ഉണ്ടാക്കി കഴിക്കണം. ഇനി പഴമില്ലല്ലോ ഇവിടെ? ഉണ്ടോ? അപ്പൊ കരിഞ്ഞത് നിനക്ക് തരാം. കുഞ്ഞാന്റെ അവിടെ അങ്ങനെ ബീറ്റ് കൊടുക്കല്ലേ?
അപ്പോൾ അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അർജന്റ് ആയിട്ടുണ്ട് എന്തേ അവിടെ ഇരുന്ന് എങ്ങോട്ടാ കാക്കയൊക്കെ വരുന്നത് നിന്നെ കൊത്തിക്കൊണ്ട് പോകും. ഇത്രയും നേരം ഉണ്ടായിരുന്നു പരിപാടി അറിയോ? ഇങ്ങോട്ട് കയറി ഇരിക്കാന്നിട്ടായിരുന്നു. ഇപ്പൊ പുറത്തിറങ്ങി തുറന്നു തരാം. നോക്കണേ, ഗ്യാപ്പിൽ പെട്ട് നിൽക്കുക. ആ ഉടുപ്പെ മൊത്തം ചെളിയാക്കി. വണ്ടിയൊക്കെ വരും കേട്ടോ. വണ്ടി വരുന്നു, ഇങ്ങോട്ട് മാറിയേ. അപ്പൊ ഇനി നമുക്ക് കട്ടൻ ചായയും കൂടി വേഗം ഉണ്ടാക്കാം അല്ലേ ആൻസി? അപ്പൊ അങ്ങനെ എനിക്ക് തരാതെ രണ്ടുപേരും കഴിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഇപ്പൊ എവിടെ ഇരിക്കുക? എല്ലാ കല്ലും മുങ്ങി. ഇവിടെ ഉണ്ടാകുന്ന കല്ലുകളൊക്കെ അതൊക്കെ മുങ്ങി കേട്ടോ. വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ട്. പഴത്തിന് മധുരക്കുറവുണ്ട്. പഴത്തിന് മധുരില്ല. ഞാൻ ആ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞ നല്ല പഴുത്തത് വെക്കണം, ഞങ്ങൾക്ക് ഇത് ഒരു സാധനം ഉണ്ടാക്കാനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് ഇത്രയും പഴുക്കാനാക്കൂലെന്ന് തോന്നുന്നു. എന്നാ ആൻസി ഇവിടെ എവിടെയെങ്കിലും തന്നെ കൂടിയാലോ? ഇനിയിപ്പോ ഈ രാത്രിയായിട്ട് നമ്മൾ എങ്ങോട്ട് പോകാണ്? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 4 പാടും വീടുകളാ. അല്ല അതുമല്ല, ഇവിടെ മൊത്തം വീടുകളുണ്ട്. ഇവിടെ നമ്മുടെ പരിചയക്കാരെ ആൾക്കാരും ഉണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാം. ഇവിടെ എന്താണ് എല്ലാ കല്ലും മുങ്ങി. ആണല്ലേ? കൊച്ചു വേഗം പഴംപൊരിയും കട്ടനും കഴിക്കും. ആണല്ലേ? ആണല്ലേ? കൊച്ചു പഴംപൊരി കഴിക്കും. പഴംപൊരി വേണ്ട, എനിക്ക് ചായ മാത്രം. അമ്മേ, പഴംപൊരി പൊതുവെ കഴിക്കില്ല. ചായന്റെ ആളാണ് കൊച്ചു. വേഗം വന്നാ കഴിക്കാം. ഞാനിങ്ങനെ തിന്നോണ്ടേ ഇരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഇന്നത്തെ കുളി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു അല്ലേ? ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. അതേപോലെ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളിവിടെ 1-2 പേരോട് ഞങ്ങളൊന്ന് അന്വേഷിച്ചു. ഇവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി കിടക്കാം, എന്നാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. തൊട്ടടുത്ത് തന്നെ ഗ്രാമമുണ്ട്, അതേപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ ഇവിടെ പമ്പ് പിന്നെ 24 മണിക്കൂർ പമ്പ് ഇവിടെ അടുത്തില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സത്യമംഗലം പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ പാടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടാന്ന് വിചാരിച്ചു. മൊത്തത്തിൽ ഞങ്ങൾക്കൊരു മൂഡ് ഓഫ് ആയിരുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ യാത്ര ഒന്നും അധികം ചെയ്യാൻ പറ്റിയില്ല. ആകെ നമ്മൾ കുന്നൂരിൽ നിന്ന് മേട്ടുപ്പാളയം എത്തി സത്യമംഗലത്തേക്ക് എത്തുന്നു. ആ ഒരു ഇത് മാത്രമേ നമ്മൾ ഇന്ന് ഓടിയിട്ടുള്ളൂ കേട്ടോ. നാനോയിൽ ഇതിലും കൂടുതൽ നമ്മൾ ഓടുമായിരുന്നു എന്നായി എനിക്ക് തോന്നുന്നത് അല്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നമുക്ക് എന്തോ ഒരു മൂഡ് ഔട്ട് ആയിരുന്നു. എന്തോ ഞങ്ങൾ ഇന്ന് എഴുന്നേറ്റ് തെക്കോട്ട് തിരിഞ്ഞാന്ന് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും. അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഇന്ന് നന്നായി കുളിക്കാനൊക്കെ പറ്റി കേട്ടോ. കുളിച്ചു, പഴംപൊരി കഴിച്ചു അല്ലേ? അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞ് വെച്ച് അങ്ങോട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു. അതെ. അപ്പോൾ വീണ്ടും നാളെ തൊട്ട് നമ്മൾ നമ്മുടെ യാത്ര പൂർവാധീനം ശക്തിയോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതോടും വരെ ബൈ.